നമസ്കാരം. ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഒക്ടോബർ മാസഫലം. മിഥുനക്കൂർ. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരം, തിരുവാതിര, പുണർദം. മിഥുനക്കൂറുകാർ ഒക്ടോബർ മാസം ഏറെ ശ്രദ്ധ ചെലുത്തേണ്ട മാസമാണ്. മിഥുനക്കൂറുകാർ തൊഴിലിടങ്ങളിൽ പ്രത്യേകം കരുതലെടുക്കേണ്ട മാസമാണ്. നിങ്ങളുടെ സംസാരത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളിലും വളരെ മിതത്വം പാലിക്കണം. തൊഴിലിടങ്ങളിൽ സംസാരം കൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ആയതിനാൽ വളരെ ശ്രദ്ധിക്കുക. തൊഴിലിടങ്ങളിൽ ടെൻഷൻ, മനോവിഷമങ്ങൾ, പ്രയാസങ്ങൾ എന്നിവ ഉണ്ടായേക്കാം. തൊഴിൽ സംബന്ധമായ മാറ്റങ്ങൾക്ക് സാഹചര്യം നിലനിൽക്കുന്നു. തൊഴിൽ യാത്രകൾ ഉണ്ടാകാം. തൊഴിൽ യാത്രകളിൽ ശ്രദ്ധിക്കുക. ഉദ്യോഗാർത്ഥികൾക്കും തൊഴിലന്വേഷകർക്കും ഗുണം ലഭിക്കും. തൊഴിലന്വേഷകർക്ക് യാത്രകൾ ഉണ്ടാകും. വിദേശ യാത്രകളോ ദീർഘദൂര യാത്രകളോ ഉണ്ടാകാം. തൊഴിലന്വേഷകർക്ക് യാത്രകൾ കൊണ്ട് ഗുണം ലഭിക്കാം. വിദ്യാർത്ഥികൾക്ക് ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ ഇടവരുന്ന സമയമാണ്. പഠനത്തിൽ ശ്രദ്ധ പുലർത്തിയാൽ മികച്ച നേട്ടങ്ങൾ തന്നെ കരസ്ഥമാക്കാവുന്നതാണ്. ഉപരിപഠനത്തിനായി ലക്ഷ്യം വയ്ക്കുന്നവർക്ക് അതിലെ തടസ്സങ്ങൾ മാറുന്നതായിരിക്കും. ഉപരിപഠന സാധ്യതകൾ നിറവേറ്റാനാകും. ഉപരിപഠനത്തിനായി വിദേശ യാത്രകൾ ഉണ്ടാകാം. യാത്രകൾ കൊണ്ട് ഗുണം ലഭിക്കും. ബിസിനസ് സംരംഭങ്ങൾ ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ നിന്ന് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ബിസിനസ്സിൽ അനുകൂലമായ സമയമാണ്. എന്നാൽ ബിസിനസ് കാര്യങ്ങളിൽ വാക്ക്, സംസാരം എന്നിവ മൂലം പ്രയാസങ്ങൾ അനുഭവിക്കാം. ആശയവിനിമയത്തിൽ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കൂട്ടുകച്ചവടങ്ങൾ, കൂട്ടു ബിസിനസ് എന്നിവയിൽ ശ്രദ്ധ പുലർത്തുക. വാക്തർക്കങ്ങൾ, പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. ബിസിനസ് കാര്യങ്ങളെ ചൊല്ലി പ്രശ്നങ്ങൾക്ക് ഇടവരാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ബിസിനസ്സിൽ നിന്ന് ധനനേട്ടത്തിന് സാധ്യതയുണ്ട്. സാമ്പത്തിക സ്ഥിതിയിൽ മെച്ചമുണ്ടാക്കാൻ കഴിയുന്ന സമയമാണ്. ധനവിനിമയത്തിൽ ശ്രദ്ധ പുലർത്തുക. സാമ്പത്തിക ചിലവുകൾ വർദ്ധിക്കാം. വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ അനുഭവിക്കാതെ ഈ മാസം മുന്നോട്ടു പോകാൻ കഴിയുന്നതാണ്. ചിലവുകളിൽ കരുതലെടുക്കണം. അനാവശ്യ ചിലവ്, ധൂർത്ത് എന്നിവ ഒഴിവാക്കേണ്ട സമയമാണ്. മിഥുനക്കൂറുകാരായ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകർ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം. ആരോഗ്യത്തിൽ ഏറെ ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. യാത്രകളിൽ ശ്രദ്ധ ചെലുത്തുക. ഡ്രൈവിംഗ് ചെയ്യുമ്പോഴും പുറത്തിറങ്ങുമ്പോഴും കരുതലെടുക്കുക. യാത്രകളിൽ യാത്രാക്ലേശങ്ങൾ, അപകട സാധ്യതകൾ എന്നിവ ഉണ്ടാകാം. ശരീരത്തിൽ മുറിവ്, ചതവുകൾ, പരിക്ക് എന്നിവ സംഭവിക്കാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധ വേണം. പൊള്ളൽ, ത്വക്കിലെ മുറിവ് എന്നിവയ്ക്കും സാധ്യതയുണ്ട്. ഇലക്ട്രിക് ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ, ഗ്യാസ് ഏജൻസിയിൽ ജോലി ചെയ്യുന്നവർ, ടെക്നിക്കൽ ജോലികളിൽ ഇടപെടുന്നവരും ജോലി ചെയ്യുന്നവരും ഏറെ ശ്രദ്ധിക്കണം. തൊഴിലിടങ്ങളിൽ നിന്നും മുറിവുകളോ പൊള്ളലോ ഏൽക്കാൻ സാധ്യതയുള്ളതിനാൽ ഏറെ ജാഗ്രത പുലർത്തുക. വീട്ടിൽ അടുക്കളയിൽ ജോലി ചെയ്യുന്നവരും ഗൃഹോപകരണങ്ങൾ പ്രവർത്തിക്കുമ്പോഴും കരുതലെടുക്കുക. യാത്രകളിലും ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യ ചികിത്സകൾ, വ്യായാമങ്ങൾ, ഭക്ഷണ ക്രമീകരണം എന്നിവയിൽ ശ്രദ്ധിക്കുക. മിഥുനക്കൂറുകാർ ഒക്ടോബർ മാസം ഏറെ ശ്രദ്ധ ചെലുത്തി തന്നെ മുന്നോട്ടു പോകേണ്ടതായ മാസം തന്നെയാണ്. മിഥുനക്കൂറുകാർക്ക് വിവാഹ ആലോചനകൾക്ക് അനുകൂല സമയമാണ്. വിവാഹ ആലോചനകളിൽ നിന്ന് ഗുണം ലഭിക്കാം. വിവാഹ ആലോചനകളിലെ തടസ്സങ്ങൾ മാറുന്നതാണ്. പ്രണയബന്ധങ്ങളിൽ ഐക്യം, സമാധാനം എന്നിവ ഉണ്ടാകും. ഒക്ടോബർ മാസ അവസാനങ്ങളിൽ സംസാരത്തിൽ ജാഗ്രത പുലർത്തേണ്ടതാണ്. മാസാവസാനങ്ങളിൽ പ്രണയബന്ധങ്ങളിൽ ഐക്യക്കുറവ് ഉണ്ടാകാൻ ഇടവരുന്നതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ
തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. സംസാരത്തിലെ അശ്രദ്ധ മൂലം പ്രയാസങ്ങൾ നേരിടാം. എന്നാൽ തെറ്റിദ്ധാരണകളും വാക്തർക്കങ്ങളും പരിഹരിക്കാവുന്ന കാലം കൂടിയാണ് ഈ ഒക്ടോബർ മാസം. കുടുംബ ബന്ധങ്ങളിൽ ശ്രദ്ധ പുലർത്തുക, തർക്കങ്ങൾ എന്നിവയ്ക്ക് ഇട കൊടുക്കാതെ മുന്നോട്ടു പോയാൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. മിഥുനക്കൂറുകാർ ഒക്ടോബർ മാസം ഏറെ ശ്രദ്ധിച്ച് മുന്നോട്ടു പോകേണ്ടതായ മാസമാണ്. കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വീഡിയോ ഷെയർ ചെയ്യൂ. നമസ്കാരം. ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഒക്ടോബർ മാസഫലം. കർക്കിടകക്കൂറ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദം, പൂയം, ആയില്യം. കർക്കിടകക്കൂറുകാർ തൊഴിലിൽ ഏറെ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ്. തൊഴിലിൽ മാറ്റം, ട്രാൻസ്ഫർ എന്നിവ ഉണ്ടായേക്കാം. തൊഴിലിടങ്ങളിൽ നല്ല അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രദ്ധിക്കേണ്ട സമയമാണ്. അല്ലാത്ത പക്ഷം ശത്രുക്കൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. വാക്ക്, സംസാരം, മറ്റുള്ളവരോടുള്ള പെരുമാറ്റം എന്നിവയിൽ ശ്രദ്ധ പുലർത്തുക. തൊഴിലിടങ്ങളിലെ മത്സര സാധ്യതകളും നിലനിൽക്കുന്നതിനാൽ കരുതലെടുക്കുക. തൊഴിലന്വേഷകർക്ക് ഗുണം ലഭിക്കാം. വിദേശത്തും സ്വദേശത്തും തൊഴിലിനായി ശ്രമിക്കുന്നവർ ഏറെ പരിശ്രമിച്ചാൽ മികച്ച തൊഴിൽ നേടാനാകുന്ന കാലമാണ്. ബിസിനസ്സിൽ ശ്രദ്ധ വേണം. സംസാരങ്ങളിലും പങ്കാളിത്ത ബിസിനസ്സിലും ശ്രദ്ധിക്കുക. ബിസിനസ് ഇടങ്ങളിൽ ശത്രുക്കൾ വർദ്ധിക്കാം. ആയതിനാൽ പുതിയ ബിസിനസ് കാര്യങ്ങൾ ശ്രദ്ധയോടെ വിലയിരുത്തേണ്ടതാണ്. ബിസിനസ് സാഹചര്യങ്ങളിൽ കരുതലെടുക്കേണ്ടതുമാണ്. വിദ്യാർത്ഥികൾക്ക് ഗുണം ലഭിക്കാവുന്ന സമയമാണ് ഈ ഒക്ടോബർ മാസം. പഠന വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയാൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ കാലഘട്ടമാണ്. മത്സര പരീക്ഷകളിൽ തിളങ്ങാൻ സാധിക്കും. അഭിമുഖ പരീക്ഷകളിൽ വിജയിക്കാനാകുന്ന സമയം തന്നെയാണ്. ആയതിനാൽ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ ഏറെ ചിട്ടയോടുകൂടി മുന്നോട്ടു കൊണ്ടുപോകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. സാമ്പത്തിക വിഷയങ്ങളിൽ അച്ചടക്കം പാലിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം ധനച്ചിലവുകൾ, അനാവശ്യ ചിലവ്, ധൂർത്ത് എന്നിവയ്ക്ക് ഇടവരുന്നതാണ്. ധനം കൈകാര്യം ചെയ്യുമ്പോഴും ധനവിനിമയം ചെയ്യുമ്പോഴും വളരെയധികം കരുതലെടുക്കേണ്ടതാണ്. കടബാധ്യതയിലേക്ക് പോകാനും സാധ്യതയുണ്ട്. നിലവിലെ ധനസ്ഥിതി, വരുമാനം എന്നിവ കേന്ദ്രീകരിച്ചു മാത്രം ധനവിനിമയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സാമ്പത്തിക പ്രതിസന്ധികളിലേക്കും കടബാധ്യതകളിലേക്കും പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ആയതിനാൽ വരവ് ചിലവുകളെ ഏകോപിപ്പിക്കാൻ ശ്രദ്ധിക്കുക. കർക്കിടകക്കൂറുകാർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. ശരീരത്തിൽ മുറിവുകൾ, കൈകാലുകളിൽ നീര് എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട്. ജോലിയും വിശ്രമവും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. രക്തസമ്മർദ്ദം, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ കരുതലെടുക്കേണ്ട സമയമാണ്. വ്യായാമങ്ങൾ, വിശ്രമം, ചികിത്സകൾ തുടങ്ങിയവയിൽ മുടക്കം സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ദൂരയാത്രകൾ ചെയ്യുമ്പോഴും ഡ്രൈവിംഗ്, ഒറ്റയ്ക്കുള്ള ദീർഘദൂര യാത്രകൾ എന്നിവയിൽ ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. കർക്കിടകക്കൂറുകാർ പ്രണയബന്ധങ്ങളിൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. തെറ്റിദ്ധാരണകളും ഐക്യക്കുറവും ഉണ്ടാകാനിടയുണ്ട്. ആയതിനാൽ സംസാരത്തിലും പ്രവൃത്തികളിലും കരുതലെടുക്കുക. തെറ്റിദ്ധാരണകൾക്ക് ഇടം വരാതെ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകാൻ ശ്രമിക്കുക. ദാമ്പത്യ ജീവിതത്തിൽ ശ്രദ്ധിക്കുക. ഐക്യക്കുറവ്, പരസ്പര ബഹുമാനമില്ലായ്മ, തർക്കങ്ങൾ എന്നിവ ഉണ്ടായേക്കാം. ആയതിനാൽ ശ്രദ്ധാപൂർവം ഇത്തരം വിഷയങ്ങൾക്ക് പരിഹാരം തേടേണ്ടതാണ്. വാക്ക്, സംസാരം എന്നിവയിൽ മിതത്വം പാലിക്കാൻ ശ്രമിക്കുക. കുടുംബ ബന്ധങ്ങളിലും ഐക്യക്കുറവ്, സന്തോഷമില്ലായ്മ എന്നിവയ്ക്കും സാധ്യതയുണ്ട്. ആയതിനാൽ
കുടുംബ ദാമ്പത്യ പ്രശ്നങ്ങളിൽ ഏറെ ശ്രദ്ധയോടെ മുന്നോട്ടു കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടതാണ്. കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വീഡിയോ ഷെയർ ചെയ്യൂ.